ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പറഞ്ഞത് നല്ല ചൈതന്യം, നല്ല സന്തോഷമുണ്ട് തൊഴുമ്പോൾ. എന്നെ കണ്ട് നല്ല സന്തോഷത്തോടുകൂടി തന്നെയായിരിക്കും. നല്ല പൊന്നിക്കീടൊക്കെ ചാർത്തി, പച്ചക്കണ്ടൊക്കെ വെച്ചിട്ട് നല്ല മാലയൊക്കെ ചാർത്തി, നല്ല പട്ട് പിടിപ്പിച്ചിട്ട് നല്ല മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. പച്ചക്കണ്ട എല്ലാം അത് സന്തോഷം തൊഴിലപ്പം അതുകൊണ്ട് അടുത്ത കണ്ണനെ തോന്നുന്നത് അതുപോലെ തന്നെയാണ് തോന്നുന്നത്. നല്ല സന്തോഷമുണ്ട്. പാചകം കൃഷ്ണ
ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗളത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ജയ ജയ ശ്രീ രാധേശ്യാം രാധേശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഒരുപാട് നാളായിട്ട് നമ്മൾ കൊതിയോടുകൂടി കഴിഞ്ഞ വർഷം സപ്താഹം രണ്ടാമത് സപ്താഹം സമർപ്പിച്ചപ്പോൾ തൊട്ടിട്ട് നമ്മൾ വേഗം ഒരു വർഷമാവാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ സപ്താഹം ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം നമുക്ക് ഭഗവാൻ കാരുണ്യത്തോട് കൂടിയിട്ട് അനുവദിച്ചു തന്നു. അപ്പോൾ ഈ ഒരു വർഷത്തെ ഇതിനു മുമ്പ് 2 സപ്താഹങ്ങൾ നടത്തിയപ്പോഴും അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ വന്ന് അങ്ങനെ ചെയ്യുക എന്നുള്ളതില്ല. കഴിഞ്ഞ തവണ എടനാട് രാജൻ നമ്പ്യാരിവിടെ വന്നിരുന്നു. അദ്ദേഹം കുറച്ച് ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ ഇത്തവണ അത്യത്ഭുതമായിട്ടാണ് ഇത്തവണത്തെ ഒരു എന്താ പറയുക, ഗുരുവായൂരപ്പൻ ശരിക്കും ഇവിടെ എനിക്ക് പറഞ്ഞറിയും മനസ്സ് പറഞ്ഞ കാര്യം വാക്കുകൾ കിട്ടണില്ല. ഇവിടെ പ്രശ്നം വെച്ചപ്പോൾ പറയുണ്ടായി, ഇവിടെ പരിപൂർണ തമനായിട്ടാണ് ഭഗവാൻ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അതേ ചൈതന്യമാണ് ഇവിടെ എന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാണ്ട് പറഞ്ഞു ഇവിടെ മഹാവിഷ്ണുവിൻ്റെ ഭാവമാണെന്നുണ്ടെങ്കിൽ പരിപൂർണ തമനാണ്, ലക്ഷ്മിയോട് കൂടിയിട്ടാണ് ഇവിടെ ഭഗവാനുള്ളതാണ്. അത് സത്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ പ്രതിനിധിയായിട്ട് ഈ ലോകത്തിൽ മുഴുവനും എല്ലാവരുടെ ഹൃദയത്തിലേക്കും ഗുരുവായൂരപ്പനെ ശരിക്കും പ്രതിഷ്ഠിച്ചുകൊണ്ട് ഉറക്കെ നാമം ജപിപ്പിക്കുന്ന നമ്മുടെ കുമാരേട്ടൻ തിരുവാളൂർ ശ്രീകുമാരൻ തിരുമേനി അറിയാത്തവരാരും ഉണ്ടായില്ല. എന്നോട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ, അദ്ദേഹത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ അറിയാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. ആ ഗുരുവായൂരപ്പൻ്റെ ഓരോ ദിവസത്തെയും അലങ്കാര വർണ്ണനകൾ, അത്രയും അലങ്കാരങ്ങൾ അവിടെ ആ ചന്ദനൻ്റെ അങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞു തുടങ്ങിയത് ഇദ്ദേഹം പറഞ്ഞു തുടങ്ങിയിട്ടാണ്. അദ്ദേഹം പത്നി സമേതനായിട്ട് ശരിക്കും ഗുരുവായൂരപ്പൻ ആ മഹാലക്ഷ്മിയോട് കൂടി വന്നു എന്ന് പറഞ്ഞ പോലെ അതുപോലെ ഇവിടെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല പരിമിതികളുണ്ടായിട്ടും ഇന്ന് നേരത്തെ വരാം എന്നൊക്കെ പറഞ്ഞതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കീഴ്ശാന്തി അയ്യാനോട് അവിടെ കുറച്ച് പണിത്തിരക്ക് വന്നു പെട്ടു, നേരം വൈകി വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അവിടെ സാരമില്ല, ഉച്ചപൂജ കഴിഞ്ഞാൽ ഭഗവാൻ ഒരു വഴി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇന്ന് അവിടെ
ഗോപാലകൃഷ്ണനാണ് ഇന്നത്തെ അലങ്കാരം. അപ്പോൾ ഇവിടെ ഗോപാലകൃഷ്ണൻ തന്നെ എന്നോട് പറഞ്ഞത് ഒരു ടാക്സി ഇട്ടിട്ട് വരാൻ കൂടി എന്താ പത്ര ആലോചിക്കാനുള്ളത്. അപ്പോൾ അത് ആ ഭഗവാൻ തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹമാണെങ്കിലും ആ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞ ഗുരുവായൂരപ്പൻ തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു ഇന്നത്തെ അലങ്കാരം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഉത്തരം നമുക്ക് തരൂട്ടോ ഭഗവാന്. അപ്പം അത്രയും ആ ഭഗവാന്റെ കാരുണ്യമാണെങ്കിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ വന്നിട്ടാണ് നമുക്കിതാ ഇവിടെ വിളക്ക് കൊളുത്തി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗ്യം ഇവിടെയുള്ള ഓരോരുത്തരും സുഹൃത്തുക്കളാണ്. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയ ഓരോരുത്തരും സുഹൃത്തുക്കളാണ്. എല്ലാവർക്കും ഈ ഭാഗവതം വേണ്ടതുപോലെ ആ ഹൃദയത്തിൽ പ്രകാശിക്കാനും ശ്രദ്ധയോടുകൂടി മനസ്സാന്നിധ്യത്തോടു കൂടിയിട്ട് കേൾക്കാനൊക്കെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത് ഇപ്പോൾ നമ്മൾ ധാരാളം നാമം ചൊല്ലുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്തേക്ക് വന്ന് ആ ഗുരുവായൂരപ്പൻ്റെ പ്രതിനിധിയായിട്ട് വന്ന കുമാരേട്ടനെ 2 വാക്ക് കുമാരേട്ടനോട് പറയാനായിട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഭാഗവത അതിൻ്റെ മാഹാത്മ്യ പ്രഭാഷണം പാരായണമൊക്കെ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിനോട് 2 വാക്ക് പറയാൻ ക്ഷണിക്കുകയാണ്. ഹരേ ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പ ശരണം. എല്ലാവരും സന്തോഷത്തോടുകൂടി എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കണം. അതാണ് കണ്ണനെ ഏറ്റവും ഇഷ്ടം. നിങ്ങളുടെ കണ്ടപ്പോഴും അവിടുത്തെ കണ്ണനെ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ചൈതന്യം നല്ല സന്തോഷത്തിൽ വന്നപ്പോൾ തന്നെ ഞാൻ അവിടെ പുറപ്പെട്ട കുറച്ച് ദിവസമായി അമ്മ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ചൈതന്യം ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് തോന്നാറ്. അപ്പോൾ ഈ വയനാട് ഇടയിൽ ഒരു ദിവസം വന്നെന്നെ വിചാരിച്ചത്. അപ്പോൾ ഇന്ന് വരുമോ ചോദിച്ചത്. അപ്പോൾ വല്ലപ്പോഴും അപ്പോൾ അവിടെ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഉച്ചപ്പള്ളി കുറച്ചൊക്കെ വഴുകി എല്ലാം വഴുകി. അപ്പോൾ പെട്ടെന്ന് പോരാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടായി. അപ്പം നമ്മൾ വരുന്നുണ്ടാവുക അറിയില്ല. പക്ഷേ എന്നാൽ നടന്നപ്പോൾ ഒഴിച്ച് വരുമ്പോഴേ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു സുരക്ഷാമ്മ. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞു. നടന്നപ്പോഴാണ് അവിടെ ഗോപാലകൃഷ്ണൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഗോപാലകൃഷ്ണൻ അമ്മയോട് പറഞ്ഞപ്പോൾ വണ്ടി വിളിച്ച് വേഗം പോന്നോളാൻ പറഞ്ഞോളൂ. കുട്ടികളെ കൊണ്ടുവരാൻ അവിടെ ഇല്ല, എന്നെ കൂട്ടി കൊണ്ടുവരാനേ വണ്ടിയിൽ കൊണ്ടുവരാൻ. അപ്പോൾ അത് കാരണം ഞാൻ വരാൻ സംശയിക്കുന്നതാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അവിടെ ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് തൊഴുത് വേഗം ഇങ്ങോട്ട് പോന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. അത് ഇവിടെ വന്നാലും വളരെ സന്തോഷമുണ്ട്. ഇവിടെ തൊഴാൻ സാധിച്ചതിലും സന്തോഷമുണ്ട്. പിന്നെന്താ വെച്ചാൽ കുറേ മന്ത്രങ്ങളും അതും ഇതും ചെല്ലണമെന്ന് ഞാൻ പറയില്ല. നാമം ജപിക്കാൻ മാത്രമേ ഞാൻ പറയുള്ളൂ. എല്ലാവരും നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കണം. നാമം ജപേ വേണ്ടു ഈ കലികാലത്ത്, വേറെ ഒന്നും വേണ്ട. ആ ഒരു ഉറപ്പോടുകൂടി എല്ലാവരും ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിനായിട്ട് വീണ്ടും നമസ്കരിക്കുക. ആ തിരുമുഖം എപ്പോഴും നമ്മളെ നേർക്കാം. എത്രത്തോളം നമ്മൾ ഭക്തി കാണിട്ട് കണ്ണനെ ഇഷ്ടപ്പെടുന്നതാണ്. എത്രയോ ഇരട്ടി നമ്മുടെ പിന്നാലെയാണ് കണ്ണൻ. ഈ നാമം ജപിക്കണ്ടോ നോക്കാൻ വേണ്ടി വരുന്ന പോലെ. അപ്പം അത് മനസ്സിലാക്കി നമ്മൾ കണ്ണൻ്റെ തൃപ്പാദം മുറുകെ പിടിച്ച് ഉറക്കാൻ നാമം ജപിക്കുക. കണ്ണനെ നമുക്ക് ആശ്രയം കേട്ടോ. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്, മറക്കണ്ട. നാരായണ ജപിക്കലേ നാമം. നാരായണ 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 ഹരേ ഹരേ. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിൽ നമസ്കരിച്ചിട്ട് ഉറക്കം നാം ജയിച്ചുകൊണ്ടിരിക്കുക.
കണ്ണൻ നമ്മളെ കൈവിടില്ല, നമ്മുടെ കൂടെ ഉണ്ട്, ഏത് സമയം നമ്മുടെ കൂടെ ഉണ്ട്, സംശയിക്കുക വേണ്ട, വേറെ ആരും നമ്മുടെ കൂടെ ഇല്ല. ഭക്തന്മാരിപ്പോൾ കാണാൻ മാത്രമേ ഉള്ളൂ. ആ ഉറപ്പോട് കൂടിയിട്ട് ഈ മുല്ലോറിൽ തേവരെ മനസ്സിൽ സ്മരിച്ചിട്ട് പൊന്നുണ്ണി കാണാൻ അനുഗ്രഹിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവരും എന്നും നാമം ചരിക്കണം. അതന്നെ എനിക്ക് പറയാനുള്ളൂ. ഇല്ല, ശരണം നാരായണ. രഥേശ്യാം. ഇനിയിപ്പോൾ ഇവിടെ നമ്മുടെ ഭാഗവത മാഹാത്മ്യം പാരായണം തുടങ്ങുകയാണ്. ഇവിടെ ഇരിക്കണ എല്ലാവരും നിശബ്ദരായിട്ട് ഇരിക്കുക, മനസ്സിലെപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുക, ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഈ സപ്താഹ വേദിയിൽ വേറെ ഒന്നും സംസാരിക്കരുത്. കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ സപ്താഹത്തിന് മുമ്പ് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. നാമം ജപിക്കാൻ മാത്രം നാവ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മതിൽക്കെട്ടിന് പുറത്ത് പോയിട്ട് പറഞ്ഞോളൂ. ദയവ് ചെയ്ത് സപ്താഹത്തിൽ കേൾക്കാനിരിക്കുന്ന ശ്രോതാക്കളുടെയും പറയുന്ന ആൾക്കാരുടെ ഇടയിൽ വിഘ്നം ഉണ്ടാക്കിക്കൊണ്ട് സംസാരിക്കരുത് എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പരിഭവം തോന്നുകയില്ലെങ്കിൽ നിന്നോടു പറയട്ടെ ഞാനെൻ്റെ മോഹം, പറയട്ടെ ഞാനെൻ്റെ മോഹം. ശരണാഗതനായി കാരുണ്യം ചൊരിയുന്ന ഗുരുവായൂരോ മനക്കണ്ണ, പരിഭവം തോന്നുകയില്ലെങ്കിൽ എന്നോടു പറയട്ടെ ഞാനെൻ്റെ മോഹം, പറയട്ടെ ഞാനെൻ്റെ മോഹം. നാരായണ ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ, നാരായണ ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ. ഇന്നലെ എന്നപ്പോൾ എന്നും എനിക്കു നിൻ നിർമാല്യം തൊഴാൻ മോഹം. ഇന്നലെ എന്നപ്പോൾ എന്നും എനിക്കു നിൻ നിർമാല്യം തൊഴാൻ മോഹം. തിരുമേലാടുന്ന തിരുവാകച്ചാർത്തിൻ്റെ തീർത്ഥം നുകരുവാൻ മോഹം. തിരുമേലാടുന്ന തിരുവാകച്ചാർത്തിൻ്റെ തീർത്ഥം നുകരുവാൻ മോഹം. നാരായണ ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ, നാരായണ ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ. കിരീടവും കുണ്ടളവും മണിത്താലികളും ചാർത്തിടാതെ, കിരീടവും കുണ്ടളവും മണിത്താലികളും ചാർത്തിടാതെ, ചേലിൽ കിലുങ്ങുന്ന കിങ്ങിണിയില്ലാതെ പീതാംബരമുടുക്കാതെ, തീരെ അലങ്കാരമില്ലാതൊരു പട്ടുകോണകം പോലുമില്ലാതെ, തീരെ അലങ്കാരമില്ലാതൊരു പട്ടുകോണകം പോലുമില്ലാതെ, അമ്പാടിക്കണ്ണാ നീ നാണിച്ചു നിൽക്കുമാ നിൽക്കുന്നു കാണാനും മോഹം, നിൽക്കുന്നു കാണാനും മോഹം. നാരായണ ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ, നാരായണ ഹരേ നാരായണ, ഹരേ നാരായണ.
പലവിധം മോഹങ്ങൾ ഇങ്ങനെ നിന്നോട് പറയുന്നതെന്തിനാണെന്നോ ആരോമലേ ഇന്നു നിന്നോടല്ലാതെ ഞാൻ ആരോട് പറയുമെൻ മോഹം ആരോമലേ ഇന്നു നിന്നോടല്ലാതെ ഞാൻ ആരോട് പറയുമെൻ മോഹം ആരോട് പറയുമെൻ മോഹം നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഇതുപോലെ നിന്നോട് മാത്രം പറയുവാൻ ഇനിയുമുണ്ടൊട്ടേറെ മോഹം ചില നേരം നിൻ ചുണ്ടിൽ വിരിയുന്നൊരാ കള്ളച്ചിരിയൊന്നു കാണുവാൻ മോഹം ചില നേരം നിൻ ചുണ്ടിൽ വിരിയുന്നൊരാ കള്ളച്ചിരിയൊന്നു കാണുവാൻ മോഹം ഒരു വട്ടം കണ്ടാൽ ഒരാളും മഹക്കാത്ത കപടനാട്യം കാണാൻ മോഹം ഒരു വട്ടം കണ്ടാൽ ഒരാളും മഹക്കാത്ത കപടനാട്യം കാണാൻ മോഹം കപടനാട്യം കാണാൻ മോഹം കപടനാട്യം കാണാൻ മോഹം നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ മലർമേദ്യമീത്തിരി വൈകിയാൽ പതിവുള്ള കദളിപ്പഴം കിട്ടാതായാൽ മലർമേദ്യമീത്തിരി വൈകിയാൽ പതിവുള്ള കദളിപ്പഴം കിട്ടാതായാൽ ഇഷ്ടം നിനക്കേറും നെൽപ്പായസത്തിനൊരൽപ്പം മധുരം കുറഞ്ഞാൽ മതിവരുവോളം മുകരുവാൻ തൃക്കൈയിൽ നറുവെണ്ണ തികയാതെ വന്നാൽ മതിവരുവോളം മുകരുവാൻ തൃക്കൈയിൽ നറുവെണ്ണ തികയാതെ വന്നാൽ പരിഭവിക്കുന്നു നീ എന്നാൽ എനിക്കു നിൻ പരിഭവം കാണാനും മോഹം പരിഭവിക്കുന്നു നീ എന്നാൽ എനിക്കു നിൻ പരിഭവം കാണാനും മോഹം പരിഭവം കാണാനും മോഹം നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ പലവിധം മോഹങ്ങൾ ഓരോന്നും നിന്നോടു പറയുന്നതെന്തുകൊണ്ടെന്നോ പലവിധം മോഹങ്ങൾ ഓരോന്നും നിന്നോടു പറയുന്നതെന്തുകൊണ്ടെന്നോ ആരോമലോമനക്കണ നിന്നോടല്ലാതാരോടു പറയുമെൻ മോഹം ആരോ
മനക്കണ്ണ നിന്നോടല്ലാതാരോടു പറയുമെൻ മോഹം ആരോടു പറയുമെൻ മോഹം നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ശരണാഗതന്മാരിൽ കാരുണ്യം ചൊരിയുന്ന ഗുരുവായൂരോ മനക്കണ്ണ പരിഭവം തോന്നുകയില്ലെങ്കിൽ നിന്നോടു പറയട്ടെ ഞാനെൻ്റെ മോഹം പറയട്ടെ ഞാനെൻ്റെ മോഹം പറയട്ടെ ഞാനെൻ്റെ മോഹം നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ നാരായണ ഹരേ നാരായണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ ഏകദന്തം മഹാകായം തപ്തകാഞ്ജനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ ജന്മാദ്യസ്യേതുന്വയാതിതരതശ്ചാസ്തേഷഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുക്ഷ്യന്ത്യൻ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോമുഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ചോറ്റാനിക്കരമേ ശരണം ശ്രീ മൂകാംബികേ ശരണം നമ പാർവതീപതേ ഹര ഹര മഹാദേവ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ ഭജപ്രിയം
കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. അത പ്രഥമോധ്യായ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശവയം നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ. പുത്രേതരോഭിനേതുഷ്ണം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സുതമാസീനമഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശലശ്രവണഗോം ഭവീത്. ശ്രവണഗമാനധ്വാന്തവിധ്വംസകോടിസൂര്യസമപ്രഭ സൂതാർമമകർണരസായണം. ഭക്തിജ്ഞാനവിരാഗാപുതോ വിവേകോ വർദ്ധതേ മഹാൻ. മായാമോഹനിരാസച്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഇഹ ഘോരേ കലൗ പ്രായോ ജീവച്ചാസുരതാം ഗത. ക്ലേശാഖാന്തസ്യ തസ്യേവ ശോധനേ കിം പരായണം. ശ്രേയസാം യൽഭവേ ശ്രേയപാവനാനാം ച പാവനം. കൃഷ്ണപ്രാപ്തികരം ശാശ്വല സാധനം തൽവധാതുന. ചിന്താമണിർലോകസുഖം സുരദ്രസ്വർഗസമ്പദം. പ്രൈച്ഛിത് ഗുരുപ്രീതോ വൈകുണ്ഠം യോഗിദുർലഭം. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂതഃ ഉവാച പ്രീതി ശൗനകചിത്തേ ഹ്യചോ വചവിചാര്യ ച സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം ഭക്തിയോഗവർദ്ധനം യച്ഛാഭ കൃഷ്ണസന്തോഷഹേതുകം തദഹം ദേഭിധാസ്ഥാ കാലവ്യാളമുഖഗ്രാസത്രാസനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതം. ഏതസ്മാദപരം കിഞ്ചിൻ മനഃശുദ്ധ്യേന വിദ്യതേ ജന്മാന്തരേ ഭവേ പുണ്യം തദാ ഭാഗവതം ലഭേത്. പരീക്ഷിതേ കഥാം വക്തും സഭായാ സംസ്ഥിതേ സുഖേ സുധാകുംഭം ഗൃഹീത്വൈവ ദേവാ തത്ര സമാഗമൻ. സുഖം നത്വാവദൻ സർവേ സ്വഗാജകുശലാസുരാ കഥാ സുധാം പ്രേച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. ഏവം വിനിമയേ ജാതേ സുധാരാജ്ഞാ പ്രവീയതാം. പ്രഭാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാച ക്വ മണിർമഹാൻ. ബ്രഹ്മരാജോ വിചാരീവം തദാ ദേവാൻ ജഹാസഃ. അഭക്താൻസ്താൻശ്ച വിജ്ഞായാന്നദദൗ സകഥാമൃതം. ശ്രീമദ്ഭാഗവതേ വാർത്താ സുരാണാമപി ദുർലഭ. രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാധാരാ വിസ്മിത. സത്യലോകേ തുലാം ബുദ്ധ്വാ തോളേന സാധനാന്യജ്യ. ലഘൂന്യന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത. തദാ ഋഷിഗണാ സർവേ വിസ്മയം പരമയ്യു. മേലിനേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം കലൗ. പഠനാൽ ശ്രവണാത് സദ്യ മയഗുംഭ ഫലദായകം. സപദാഹേന ശ്രുതം ചൈത സർവഥാ മുക്തിദായകം. സനകാദ്യൈ പുരാ പ്രോക്തം നാരദായ ദയാപരൈ. യദ്യപി ബ്രഹ്മസംബന്ധാത് ശ്രുതമേതൽ സുരർഷിണാ സപദാഹ ശ്രവണവിധി കുമാരൈ തസ്യ ഭാഷിത. ശൗനകഃ ഉവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ സ്ഥിരസ്യ ച വിധിശ്രവേ കുതപ്രീതി സംയോഗ കുത്രതൈ സഹ. സൂത ഉവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം കഥാനകം. സുഖേന മമയൽ പ്രോക്തം രഹസ്യം വിചാര്യ ച. ഏകദാ ഹി വിശാലായ ചത്വാരർഷയോമലാ സത്സംഗാർത്ഥസമായാതാദൃശു. തത്ര നാരദം കുമാരാവുചു കഥം ബ്രഹ്മന്ദീന മുഖ കുതശ്ചിന്താതുരോ ഭവാൻ. ത്വരിതം ഗമ്യതേ കുത്ര കുതശ്ചാഗമനം ഭവ. ഇദാനീം ശൂനചിത്തോऽസി ഗതവിത്തോ യഥാ ജന. തവേദം മുക്തസംഗസ്യ മോചിതം വദ കാരണം. നാരദ ഉവാച അഹം തു പൃഥിവീയാതോ ജ്ഞാത്വാ സർവോത്തമാവിധി. പുഷ്കരം ച പ്രയാഗം ച കാശീ ഗോദാവരീം തഥാ. ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം. ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തദാ. നാപശ്യന്തു പ്രതിച്ഛർമ്മ മനസ്സന്തോഷകാരകം. കലിനാധർമ്മമിത്രേണ ധരേയം ബാധിതാധുന. സത്യം നാസ്തി തപസ്സൗചന്തയാദാനം ന വിദ്യതേ. ഉദരം ഭരിണോ ജീവാവരാഗാ കൂട്ടഭാഷിണ മന്ദാസുമന്ദമതയ. മന്ദഭാഗ്യാഹ്യുപദ്രുതാ പാഖണ്ഡനിരതാ സന്തോ വിരക്താ സപരിഗ്രഹാ. കരുണീ പ്രഭുതാ ഗേഹേശാലതോ ബുദ്ധിദായക. കന്യാ വിക്രയിണോ ലോഭാ ദമ്പതീനാം ച കൽക്കടം. ആശ്രമായ വനൈരുദ്ധാ തീർത്ഥാനി സരിതസ്തഥാ. ദേവതായതനാന്യത്ര ദുഷ്ടൈ നഷ്ടാനി ഭൂരിശ. നയോഗീനൈവ സിദ്ധോ നാനജ്ഞാനി സൽക്രിയോ നര. കലിദാനലേനാദ്യ സാധനം ഭസ്മദാംഗതം. അട്ടശൂലാ ജനപദാ ശിവശൂലാ ദ്വിജാതയ. കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലൗ
ഇഹ ഏവം പശ്യൻ കലർദോഷാൻ പര്യടന്നവനീമഹം യാമുനം തദം ആപന്നോ യത്ര ലീലാ ഹരേരഭൂതം തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാ തന്മുനീശ്വരാ ഏകാതു കരുണീരത്ര ദിഷണ്ണാഖിന്നമാനസാ വൃദ്ധൗ ദ്വൗ പതിതൗ പാർശ്വേ നിശ്വസന്താവചേതനൗ ശുശ്രൂഷന്തി പ്രബോധന്തി രുദതി ചതയോഃ പുരാ ദശദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജന്മഭൂ വീജ്യമാനാസകസ്ത്രീഭിः ബോധ്യമാനാ മുഹുർമുഹു ദൃഷ്ട്വാ ദൂരാൽഗതസോഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ചോത്ഥിതാ ബാലാ വിഹ്വലാ ച ബ്രവീദ്വച ബാലോവാച ഭോ ഭോ സാധോ ക്ഷണം നിഷ്ഠ മച്ഛിന്താമപി നാശയ ദർശനം നവലോകസ്യ സർവഥാ ഖഹരം വരം ബഹുധാ തവ വാക്യേന ദുഃഖശാന്തി ഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേൽ ഭൂരി ഭവതോ ദർശനം തദാ നാരദ ഉവാച കാസിത്വം കാരുണു ചേമാനാദ്യ കാ പത്മലോചനാ വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം ബാലോവാച അഹം ഭക്തിരിധിഖ്യാതായമൗ മേതരയോ മതൗ ജ്ഞാനവൈരാഗ്യനാമാനൗ കാലയോഗേനാജർജരൗ ഗംഗാദ്യാ സരിതശ്ചയമാമത്സേവാർത്ഥം സമാഗതാ തഥാപി ന ച മേ ശ്രയസേവിതായ സുരൈരപി ഇദാനീം ശൃണുമദ്വാർത്താം സജിതസ്ത്വം നബോധന വാർത്താ മേ വിദദാപ്യസ്തി താം ശ്രുത്വാ സുഖം ആവഹ ഉൽപ്പന്നാദ്രവിടേ സാഹം വൃദ്ധിം കർണാടകേകതാം ക്വചിൽ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗതാ തത്ര ഘോരകലേരയോഗാൽ പാഖണ്ഡൈ ഖണ്ഡിതാംഗക ദുർബലഹം ചിരയാതാം പ്രാപ്യാം സഹ മന്ദതാം വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണി ജാതാഹം യുവതി സമ്യക് പ്രേഷ്ഠരൂപാതു സാമ്പ്രതം ഇമൗ തു സഹിതാവത്ര സുതൗ മേ ക്ലിശ്യദശ്രമാദം ഇതസ്ഥാനം പരിത്യജ്യ വിദേശം ജന്മദേമയ ജനഭത്വസമായാദൗ തേന ദുഃഖേന ദുഃഖിത സാഹന്തു തരുണൗ തരുണീകസ്മാസുതൗ വൃദ്ധാദിമൗ കുത ത്രയാണാം സഹചാരിത്വാൽ വൈപരീത്യം കുതസ്ഥിതം ഘടത്തെ ജരഠാ മാതാ തരുണോ തനയൗ ഇതി അപശോചാമിതാത്മാനം വിസ്മയാവിഷ്ടമാനസ വദയോ ഗന്ധേ ധീമൻ കാരണം ചാത്ര കിം ഭവേത നാരദ ഉവാച ജ്ഞാനേനാത്മനിപശ്യാമി സർവമേതത്തവാനഖേ ന വിഷാദ ത്വയാ കാര്യോ ഹരിശംബേ കരിഷ്യതി സുത ഉവാച ക്ഷണമാത്രേണ തജ്ഞാത്വാ വാക്യമുചേ മുനീശ്വര നാരദ ഉവാച ശൃണുഷ്വാവഹിതേ ബാലയുഗോയം ദാരുണക്കലി തേന ലുപ്തസദാചാരോ യോഗമാർഗ തപാംസിജ ജനാഘ്രാസുരായന്തേ സാഠ്യദുഷ്കർമ്മകാരിണ ഇഹ സന്തോ വിഷീദന്തി പ്രഹർഷ്യന്തി ഹ്യസാധവ ധത്തേ ധൈര്യം യോ ധീമാൻ സധീര പണ്ഡിതോധവ അസ്പശ്യാനവലോക്യേയം ശേഷഭാരകരീ ധരാവർഷേ വർഷേ ക്രമാജാതാ മംഗളം നാപി ദൃശ്യതേ നത്വാമപി സുതൈ സാഗം ഗോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധൈ ജർജരത്വേന സംസ്ഥിത വൃന്ദാവനസ്യ സംയോഗാത് പുനസ്ത്വം പരുണീനവാം ധന്യം വൃന്ദാവനം തേന ഭക്തി നൃത്യതയത്ര ച ധന്യം വൃന്ദാവനം തേന ഭക്തിർ നൃത്യതയത്ര ച അത്രേമൗ ഗ്രാഹകാഭാവാം ന ജനാമപി മുഞ്ചത കിഞ്ചിദാത്മസുഖേനേഹ പ്രസുപതമന്യതേനയോ ഭക്തിർവാച അഥം പരീക്ഷിതാരാജ്ഞാ സ്ഥാപിതോ ഹി അശുചിഃ കലി പ്രവൃത്തേനു കലൗ സർവസാരഃ കുത്രഗതോ മഹാൻ കരുണാപരേണ ഹരിണാപ്യധർമ്മകഥമീക്ഷതേ ഇമം മേ സംശയം ഛിന്തി തദ്വാത്വദ്വാച സുഖിതാസ്മ്യഹം നാരദ ഉവാച യദി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമദ ശ്രവണം ഗുരു സർവം വക്ഷ്യാമി തേ സർവഭദ്രേ കസ്മനം തേ ഗമിഷ്യതി യദാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാം ത്യക്തവാ സ്വപദം ഗത തദ്ദിനാൽ കളിരായാത സർവസാധനബാധക ദൃഷ്ടോ ദിഗ്വിജേ രാജ്ഞാ ദീനവത്സരണം ഗത മമയാ മാരണീയോയം സാരംഗേവ സാരഭുഗ യത്ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന തത്ഫലം ലഭതേ സമ്യക് കലൗ കേശവ കീർത്തനാദ ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവസാരനീരസം വിഷ്ണുരാധസ്ഥാപിതവാൻ കലിദ്യാനാം സുഖായ ച കുകർമാചരണാത് സാര സർവതോ നിർഗതോധുന പദാർത്ഥാ സംസ്ഥിത
സ്ഥിതാ ഭൂമൗ ബീജഹീനാസ്തുഷാ യഥാ വിപ്രയർഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കരികാരിതാ കണലോഭേന തഥാസാര തതോഗത അത്യുഗ്രഭൂരികർമാണോ നാസ്തിക രൗരവാജനാ തേപി തിഷ്ഠന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോഗത കാമക്രോധമഹാലോഭതൃഷ്ണാവ്യാകുലചേതസ തേപി തിഷ്ഠന്തി തപസി തപസാരസ്തതോഗത മനസശ്ചാഗയാലോഭാത് പാഖണ്ഡ സംശ്രയാത് ദംഭാത് പാഖണ്ഡ സംശ്രയാത് ശാസ്ത്രാനഭ്യസനാ ചൈവ ധ്യാനയോഗ ഫലം ഗതം പണ്ഡിതാസ്തു ഗണത്രേണാരമന്തേ മഹിഷായിവ പുത്രസ്യോൽപാദനേ ദക്ഷ അദക്ഷാ മുക്തി സാധനെ നഹി വൈഷ്ണവതാഗുത്ര സമ്പ്രദായ പുരസ്സരാ ഏവം പ്രളയതാം പ്രാപദോ വസ്തുസാരസ്ഥലേ സ്ഥലേ അയന്തു വിപധർമ്മോ ഹി വർത്തതേ തസ്യ ദൂഷണം അവസ്തു പുണ്ഡരീകാക്ഷസഹതേ നികടേ സ്ഥിത സൂരവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമംഗത ഭക്തിരോചേ വചോ ഭൂയ ശ്രൂയതാം തച്ച ശൗനക ഭക്തിരോവാച സുദർശേ ത്വം ഹി ധന്യോസി മദ്ഭാഗ്യേന സമാഗത സാധൂനാ ദർശനം ലോകേ സർവസിദ്ധികരം പരം ജയതി ജഗതി മായാം യസ്യ നായാഥവ തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമപി യാതോ യകൃപാദോധോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി ശ്രീഹരേ നമഃ ശ്രീപത്മപുരാണേ ഉത്തരാഖണ്ഡേ ശ്രീമദ്ഭാഗവത മഹാത്മ്യേ ഭക്തി നാരദ സമാഗമോ നാമ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സുഹൃത്തുക്കൾക്കും സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. പുണ്യ ദിനം ഇന്ന് കേരളം മുഴുവനും വിഷു ആചരിക്കുമ്പോൾ നമ്മൾ വിഷുവിന് ആരെയാണോ കണി കാണുന്നത് ആ കണ്ണൻ്റെ കഥ പറയാൻ കണ്ണൻ്റെ അടുത്തിരുന്ന് നമുക്ക് കേൾക്കാൻ പാടാൻ ഒരു മഹാഭാഗ്യം. അതിന് കണ്ണനെ തൊട്ടുരുങ്ങി നിൽക്കുന്ന കുമാരേട്ടനോട് വന്നപ്പോൾ അതിൻ്റെ പൂർണ്ണതയായിരുന്നു. സുദർശനാമ നേരത്തെ പറഞ്ഞതുപോലെ ജന്മജന്മാന്തര സുഹൃതമാണ് സജ്ജനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരിക. നമ്മൾ വരുമ്പോൾ അത് പറഞ്ഞിട്ട് വരികയാണ്. എത്രയോ സുന്ദരമായ ഗ്രാമം. ഞാനിതിനു മുമ്പ് വന്നിട്ട് ചെയ്ത ഭാഗത്തേക്കാണ്. അപ്പോൾ വന്ന് കാണുമ്പോൾ യാതൊരു ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത അതിസുന്ദരമായിരിക്കുന്ന ഒരു ഗ്രാമം. ഇവിടെ ഇരുന്ന് തന്നെയാണ് കണ്ണനെ ധ്യാനിക്കേണ്ടത്. ധ്യാനിക്കാൻ പറ്റിയൊരു പ്രദേശം. നമ്മുടെ അവിടെയൊക്കെ ശല്യം ഭയങ്കരമാണ്. ഇതൊരു ശബ്ദകോലാഹലങ്ങളും ഇല്ലാതെ കൊണ്ട് എത്രയോ സുന്ദരമായ ഒരു പ്രദേശം. അവിടെ ഇതേപോലൊരു പുണ്യനിക്കണയുടെ ക്ഷേത്രം. അവിടെ ഇതേപോലെ സജ്ജനങ്ങളെ കൊണ്ടുവരാനും ഇതേപോലെ ഭാഗവതാദികളൊക്കെ വായിക്കാനും നാമം ജപിക്കാനും അതും ഇന്ന് ഈ പുണ്യദിനത്തിൽ നമുക്ക് ആരംഭിക്കാൻ സാധിക്കണതുമൊക്കെ ജന്മജന്മാന്തര സുഹൃതം എന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സദാ കണ്ണനെ കണ്ടുകൊണ്ടും നമ്മൾ എത്രയോ നേരം മണിക്കൂറുകളോളം ക്യൂ നിന്ന് എത്രയോ നിന്നാലാണ് നമുക്ക് ഒന്ന് അകത്ത് പോയി കണ്ണനെ ഒന്ന് കാണാൻ പറ്റിയ ഒരു സെക്കൻഡ് എത്ര പറ്റുള്ളൂ. പിള്ളേർ നമ്മളെ തള്ളി മാറ്റിയിട്ടുണ്ടാവും. ഇത് സദാ കണ്ടുകൊണ്ട് കണ്ണനെ നിത്യവും വർണ്ണിക്കാൻ സാധിക്കാം. കണ്ണിന് സാഫല്യം ഭാഗവതം പറഞ്ഞു. കണ്ണുണ്ടായതിൻ്റെ ഗുണമെന്താ? കണ്ണനെ കാണുകയാണ്. ഗോപികമാർ പറയും, കണ്ണൻ്റെ പാദം തലോടി തലോടി ഞാൻ പെണ്ണായതിൻ ഫലം നേടിടട്ടെ, പെണ്ണായതിൻ ഫലം നേടിടട്ടെ. ഇങ്ങനെ ഗോപികമാർ പാടുക. കണ്ണൻ്റെ പാദം തലോടി തലോടി ഞാൻ ഈ പെണ്ണായതിൻ്റെ ഭാഗ്യം എനിക്ക് കിട്ടട്ടെ എന്നാണ്. അതേപോലെ ഒരു ജന്മമാണ് അദ്ദേഹത്തിൻ്റെ കുമാരേട്ടൻ്റെ. അദ്ദേഹം വരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു എന്താ പറയാനറിയില്ല, അതൊരു സന്തോഷം തന്നെയാണ്. കാരണം മിക്ക ദിവസങ്ങളും പറ്റുമ്പോഴൊക്കെ കേൾക്കാറുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വർണ്ണന. കണ്ണനെ മുമ്പിൽ അങ്ങനെ കണ്ടുകൊണ്ട് ലോകത്തിന് മുഴുവനും കാണിച്ചു കൊടുക്കുമ്പോൾ
നമ്മളവിടെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഉള്ളാലെ നമ്മൾ ഗുരുവായൂരപ്പനെ ഒന്ന് കാണുന്നു. ആ നാണിച്ച് നിൽക്കുന്ന ഭാവം, അതുകൊണ്ടാണ് ഞാൻ ആ കീർത്തനം പാടിയത്. അത് കാണാൻ തോന്നിച്ചതാണ്. അപ്പോൾ വേറൊരു കീർത്തനം പാടാമെന്ന് വിചാരിച്ചെടുത്തതാണ്. അപ്പോൾ തോന്നി പെട്ടെന്ന് അത് വേണ്ടി. അതാണ് ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം കുറേ നാളായിട്ട് ഞാൻ ആ കീർത്തനം ചൊല്ലാറില്ല. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് വേറെ എടുത്തപ്പോൾ തന്നെ കിട്ടി. അത് ചൊല്ലുകയും ചെയ്തതെന്ന് മനസ്സിലായി. അതെല്ലാം ഭഗവാന്റെ ഒരു കൃപയാണ്, അവിടുത്തെ നിശ്ചയമാണ്. നമുക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം. ഇതേപോലുള്ള സജ്ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുക, സുദർശനാമയെപ്പോലുള്ള സജ്ജനങ്ങൾ ഉണ്ടാവുന്നത് ഈ പുണ്യമാണ്. കാരണം വളരെ ചുരുക്കം സ്ഥലത്തെ ഇങ്ങനെയൊക്കെ കാണുള്ളൂ. ഇതേപോലെ നമ്മുടെ ആളുകളെ മുഴുവനും തേവരെ നന്നാക്കാനല്ല, നമ്മൾ നേരെയാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരെയായാൽ അമ്പലം നേരെയായി. അമ്പലത്തിൽ ചൈതന്യം വന്നാൽ അതിവിടുത്തെ ഒരു പുൽക്കൊടിക്ക് പോലും നന്മ ഉണ്ടായിത്തീരുന്നു. അതുണ്ടാക്കാനുള്ള ഒരു ശ്രമം, ഒരു എളിയ ശ്രമം, അത് അമ്മയുടെ ഭാഗത്ത് നിന്ന് എത്രയോ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ വാക്കുകൾ കണ്ണനെ കുറിച്ച് അല്ലാണ്ട് വേറെ ഒന്നും പറയുന്നില്ല. ഇത് കേട്ട് 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 നമുക്ക് കണ്ണനോടൊരു സ്നേഹം ഉണ്ടാവുക. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ ഭാഗവതം. അതിൽ കൂടി കണ്ണനെ കുറച്ചുകൂടി നമുക്ക് അറിയാൻ സാധിക്കുക. എന്താണ് ഭഗവാൻ, എന്താണ് ഈശ്വരൻ, എന്താണ് ഈശ്വര ഭജനത്തിൻ്റെ ലക്ഷ്യം. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തിനാണ് അമ്പലത്തിൽ വരുന്നതെന്ന് അറിയില്ല, എന്തിനാണ് നാമം ജപിക്കുന്നത്, എന്തിനാണ് ഭഗവാനെ ഭജിക്കുന്നത്. ഇതൊക്കെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും അതൊക്കെ നമ്മുടെ മുത്തശ്ശിയൊക്കെ ആയിട്ട് അങ്ങനെ ചെല്ലാറുണ്ട്, ഞങ്ങളും അതുപോലെ തന്നെ ചൊല്ലണം എന്നല്ലാതെ കണ്ട് എന്തിനു വേണ്ടി എന്നൊരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാതെ പതിവില്ല. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുകയായിരിക്കും എന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ ഭാഗവതം എഴുതിയതാരാന്നറിയോ? വേദവ്യാസനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനാണ് വേദവ്യാസൻ. അദ്ദേഹം വേദവ്യാസൻ എന്നാണ്. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. അറിവ് കൊണ്ട് മനസ്സിന് അത്രയും വ്യാപ്തി വന്നു. നമ്മുടെ മനസ്സ് ചുരുങ്ങി 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 ഒട്ടടയ്ക്ക വഴിയായി. ഇതങ്ങനെയല്ല, വികസിച്ചിട്ടുണ്ടായി. ഈ ലോകത്തിനെ മുഴുവനും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ പ്രപഞ്ചത്തിലെ ഒരു ഉറുമ്പിന് പോലും ഒരണുവിന് പോലും എന്താണ് വേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള മനസ്ഥിതി അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹത്തിന് തോന്നി എത്രയോ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം മുഴുവനും എത്രയോ ഗ്രന്ഥങ്ങളായി പുരാണങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തന്നു. പക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് അതിലൊന്നും ശ്രദ്ധയില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെയൊക്കെ പതുക്കെ പതുക്കെ മാറ്റി മാറ്റി നിർത്തിയപ്പോഴാണ് ശ്രീനാരദ മഹർഷി വന്ന് പറഞ്ഞു, ഇങ്ങനെ ആയാൽ പറ്റില്ല വേദവ്യാസരെ. സാധാരണക്കാരായിരിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണു? കർമ്മങ്ങളിൽ കുടുങ്ങിപ്പോവാം. കർമ്മം ചെയ്ത് കർമ്മഠനായി വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേശയനം, ഇങ്ങനെ അതിൽ കുടുങ്ങിക്കിടക്കാം. എഴുത്തച്ഛൻ ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കെട്ടുകളായതു കർമ്മം മനുജനു കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം കെട്ടുകളോ ഫലഭോക്തിയാത്തീരും കെട്ടായിനിയും നാരായണ ജയ. ഈ യാഗങ്ങളും യോഗങ്ങളും തപസ്സും ഇതൊന്നും നമ്മളെ കൊണ്ട് കലികാലത്ത് പറ്റില്ല. കലികാലത്ത് നമുക്ക് എന്തേ സാധിക്കുള്ളൂ എന്ന് വെച്ചാൽ കണ്ണനെ ഭജിക്കാം, അമ്മയെ ഭജിക്കാം. അത് മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല. എങ്ങനെ നാമം ജപിക്കണം, എങ്ങനെ ഭജിക്കണം, എങ്ങനെയാണ് ശരണാഗതി അടയേണ്ടത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നാളം ഈ അമ്പലത്തിൽ കിടന്ന് വട്ടം കറങ്ങി. അപ്പോൾ പറഞ്ഞു ഈ വിഷ്ണു എല്ലാം നല്ലത്. അപ്പുറത്തെ അമ്പലത്തിലെ മഹാവിഷ്ണു കുറച്ചും കൂടി കേമാണ്. അത്ര നമ്മൾ ഇവിടുന്ന് അങ്ങനെ ഓർന്നു. ഇതെല്ലാം ഒന്നാണെന്ന് നമുക്ക് ബോധം വരുന്നില്ല. അവിടെ ചെല്ലുമ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞു ഇവിടുത്തെ എല്ലാ ഭേദം, അപ്പുറത്തെ ഏതെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാൻ പറയും. ക്ഷേത്രങ്ങൾ മുഴുവനും ഓടി നടന്ന് തളരുകയാണ് നമ്മൾ ഓരോ ദിവസവും. നോക്കിക്കോളൂ, നമ്മുടെ ഹിന്ദുക്കളുടെ ഒരവസ്ഥ എന്താണ്? കേരളം ഒട്ടുക്കല്ല ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഭാരതം ഒട്ടുക്കല്ല, അതിനപ്പുറത്തേക്ക് പോയി തുടങ്ങി നമ്മൾ ഓരോരുത്തരും. ഇങ്ങനെ സഞ്ചരിച്ച് നമ്മൾ എന്ത് ചെയ്യണു? എന്തിനാണ് ഈ ഓട്ടം മുഴുവനും? മനഃശാന്തി എന്നൊരു സംഗതി കിട്ടാനാണ്, അല്ലേ? എല്ലാം നേടി നമുക്ക് ഇവിടെ ഇരിക്കുന്ന പ്രായമായവർക്കൊക്കെ അറിയാം നമ്മുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു, എത്ര കഷ്ടത നിറഞ്ഞതായിരുന്നു. ആഹാരം കഴിക്കാനില്ലാണ്ട്, വസ്ത്രമില്ലാതെ അല്ലേ? ഞാനൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട ആളാണ്. ഒന്നിനും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു, ഒന്നിനും പറ്റിയിട്ടില്ല. ആഹാരം പോലും
എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് കാലത്തെ പൂജ കഴിഞ്ഞിട്ട് ഒരു 4 ചോറ് കിട്ടും. അതുകൊണ്ട് വേണം ഞങ്ങൾ 5-6 പേര് ഓരോ കഷ്ണം അമ്മ മുറിച്ച് തരും. അങ്ങനെ കഴിച്ചിട്ട് സ്കൂളിൽ പോവാം. പിന്നെ വൈകുന്നേരം വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ഒരു കാലത്തിൽ നിന്ന് നമ്മൾ എത്രയോ ഉയർന്നു. ഇപ്പോൾ ഭൗതികമായിട്ട് അത്രയും ഉയർന്നു, പക്ഷേ ആത്മീയമായിട്ട് നമ്മൾ താഴ്ന്നു പോയി. അന്ന് മറ്റൊന്നും ഇല്ലെങ്കിലും നമുക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം ഉണ്ടായി. ഓരോടത്ത് ചെല്ലുമ്പോഴും നമ്മൾ കാണുന്ന കാഴ്ച എന്താ? നല്ല കൊട്ടാര സദൃശമായ ഗ്രഹങ്ങളുണ്ട്, വാഹനമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാവരും പറയണ വാക്കൊന്നും മാത്രമേ ഉള്ളൂ, എന്താണെന്നറിയില്ല, മനസ്സിനൊരു സുഖയില്ല. എല്ലാം ഉണ്ടായിട്ടും നമുക്ക് എന്താണോ ജീവിതത്തിൽ കിട്ടേണ്ടത് അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അത് വൃന്ദാവനത്തിലേക്ക് ഓടണു, ദ്വാരകയിലേക്ക് ഓടണു, ഒന്ന് വേണ്ട കേദാർനാഥിൽ കിടത്തി കയറ്റി അതിൻ്റെ മുകളിൽ കയറണു, ബദരിയിലേക്ക് പോകണു. ഞാൻ അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് കൈലാസത്തിൽ വരെ ആൾക്കാർ പോകുന്നുണ്ട്. പോയി തിരിച്ചു വന്നിട്ടും എന്തുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. അവിടുന്ന് എന്തൊക്കെ എടുത്തുകൊണ്ട് പോന്നു, നമ്മൾ കല്ലോ കട്ട ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് പോന്നു. ഇതൊക്കെ എടുത്തുകൊണ്ട് വെച്ച് നമ്മൾ കൊണ്ടുവച്ചിട്ട് മനസ്സമാധാനം കിട്ടിയോ? അതുകൊണ്ടൊന്നും മനഃശാന്തിയെ നമുക്ക് കിട്ടണില്ല. അവിടെയാണ് ഭാഗവതത്തിൻ്റെ വിജയം. ഭാഗവതം സാക്ഷാൽ ബ്രഹ്മത്തിനെ കാണിക്കുന്നതാണ്. നാമരൂപങ്ങൾക്ക് അതീതനായിരിക്കുന്ന, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന ബോധം നമുക്ക് ഉണ്ടാക്കിത്തരാം. ഇവിടെ ഈശ്വരൻ ഉണ്ട് എന്നല്ല പറയാം, ഈശ്വരനെ ഉള്ളൂ എന്നാണ്. നമ്മളൊക്കെ പറയാൻ എന്താണെന്നറിയോ? പണ്ട് ഹിന്ദുക്കൾ ആയിരുന്നു ഉറപ്പുള്ളവർ, മറ്റുള്ളവർ വിശ്വാസികളായിരുന്നു. ഇന്ന് അവർ ഉറപ്പുള്ളവരായി, നമ്മളെന്തായി? നമ്മൾ വിശ്വാസികളായി. നമ്മളെ ആൾക്കാർ പറഞ്ഞത് എങ്ങനെ? ഞങ്ങളൊക്കെ വിശ്വാസികളാണെന്ന് പറയാം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അവരൊരു അവിശ്വാസം കിടപ്പുണ്ട് ഉള്ളിൽ. അപ്പോൾ ഉറപ്പുണ്ടാവണം. ഭാഗവതം നമുക്ക് ആ ഉറപ്പ് തരികയാണ്. ഇവിടെ ആരേ ഉള്ളൂ? ഈശ്വരനെ ഉള്ളൂ എന്നാണ്. കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു പ്രയർ ചൊല്ലാറുണ്ട്. എന്താ അറിയോ? പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി നമ്മൾ ചൊല്ലാറുണ്ടായിരുന്നല്ലേ. അന്ന് നമുക്കറിയില്ലായിരുന്നു പരമാണു എന്താ, അഖിലാണ്ട എന്താന്നൊക്കെ. ഭാഗവതം എടുത്തപ്പോഴാണ് മനസ്സിലായത്. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. ഓരോ ആറ്റത്തിലും ഓരോ അണുവിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. ആ ആറ്റത്തിൻ്റെ സംഘാതമായ പ്രപഞ്ചം മുഴുവനും അവനെ ഉള്ളൂ എന്നാണ്, ഭഗവാനേ ഉള്ളൂ. ആ ഭഗവാന് അനവധി പേരിട്ട് വിളിച്ചു നമ്മൾ. ഓരോരുത്തരും ഓരോ കാലത്ത് ആ ഈശ്വരന് കൊടുത്ത ഓരോ നാമങ്ങൾ, രൂപങ്ങൾ, ശിവനായിട്ടും ഗണപതിയായിട്ടും ഭദ്രകാളിയായിട്ടും ദുർഗയായിട്ടും വിഷ്ണുവായിട്ടും എത്രയോ രൂപങ്ങളാണ് പണ്ടുള്ള ആൾക്കാർ നമ്മുടെ ഋഷീശ്വരന്മാർ കൊടുത്തത്. അവരുടെ മനസ്സുകൊണ്ട് എങ്ങനെ കാണാനാണോ മോഹിച്ചത്, ആ രൂപത്തിൽ രൂപമില്ലാത്ത ഈശ്വരനെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നു. ഉപാസകാനാം കാര്യർത്ഥം ബ്രഹ്മണേ രൂപകൽപ്പനാണ്. ഉപാസകൻ ഏത് തരത്തിൽ കാണാനാണോ മോഹിക്കുന്നത് ആ രൂപത്തിൽ ഈശ്വരന് രൂപം കൊടുത്തു. പക്ഷേ വേദവ്യാസൻ അതിലൊന്നും തൃപ്തി വന്നില്ല അദ്ദേഹത്തിന്. ഇങ്ങനെ പറഞ്ഞാലൊന്നും നമുക്ക് പോരാ. നമുക്ക് എപ്പോഴും എന്തിനെയാണ് നമ്മൾ മോഹിക്കണതെല്ലാം നല്ല സുന്ദരമായിട്ടുള്ളതിനെ കാണാൻ മോഹിക്കും അല്ലേ? നല്ലൊരു കാക്കപ്പൂ നിൽക്കണ കണ്ടട്ടെ, കണ്ടാൽ നമ്മളങ്ങനെ നോക്കി നിൽക്കും. എന്താ എൻ്റെ ഒരു അഴക്, അതൊന്ന് നോക്കിയിരിക്കും അല്ലേ? ഒരു പൂമ്പാറ്റ ഇതിലെ പോയാൽ മതി, നമ്മുടെ കണ്ണെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ല, അതിൻ്റെ പിന്നാലെ പോകും. അതിനെന്താ ഒരു അഴക്! നിങ്ങൾ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ സകലത്തിനും നല്ല സൗന്ദര്യം വാരി കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്തൊരു സാധനം നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വേഷം കെട്ടണമെന്ന് മാത്രം. ബാക്കി എല്ലാത്തിനും അഴക് വാരി കൊടുത്തു ഭഗവാൻ. എന്നിട്ട് എന്ത് ചെയ്യണു? ആ ഭഗവാന് കൊടുക്കേണ്ട ഒരു ഭംഗി അതുണ്ടെങ്കിലല്ലേ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് ബ്രഹ്മമാണ്, പരമാത്മാവാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതിൻ്റെ അടുത്തേക്ക് എത്താനും നമുക്കറിയില്ല. നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് ആകർഷിക്കണം. ഭദ്രകാളിയെ വരച്ചു വെച്ചു, വലിയ ദംഷ്ട്രയും തുറച്ച 3 കണ്ണുകളും വാളും ശൂലവും കഠാരയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ സാധനമായി കാണുമ്പോൾ പിന്നെ എങ്ങനെ നമുക്കതിനെ സ്നേഹിക്കാൻ പറ്റുക? അയ്യപ്പനോട് നമുക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ ആ 41 കഴിഞ്ഞ് ശബരിമല ഇങ്ങോട്ട് പോയി വന്നാൽ മാല ഒരൊറ്റ ഏഹം എവിടേക്ക് ആലിൻ്റെ വീട്ടിലേക്ക് ഇനി ഇവിടെ കിടന്ന് അയ്യപ്പൻ ഞാൻ എൻ്റെ വഴിക്ക് പോകും. കാരണം എന്താ? ഒരു ഭയം നമുക്ക് അല്ലേ? കൊടുങ്ങല്ലൂരമ്മ ഇഷ്ടമില്ലായുണ്ടോ?
ധാർമ്മിക്കൊക്കെ പോയിട്ടുണ്ടാവും എല്ലാവരും. അല്ലാണ്ട് പോകുന്ന ആൾക്കാരില്ലേ നമ്മുടെ അടുത്ത് നിന്ന് കൊടുങ്ങല്ലൂരും ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഒരു ലോക്കറ്റിൽ കത്തിൽ പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും, അത് വേണ്ട, ഇപ്പൊക്കെ തുള്ളൽ കഴിഞ്ഞുള്ളൂ, തലയൊക്കെ വെട്ടി പൊളിച്ചു. അതുപോലെ ഞാനും വാളെടുത്ത് നമ്മൾ തുള്ളിയാലോ. അതുകൊണ്ട് നമുക്ക് കൊടുങ്ങല്ലൂരും ഇഷ്ടമാണെങ്കിലും അമ്മ അവിടെ ഇരുന്നുള്ളൂ. ശിവനെ ഇഷ്ടമല്ലേ, ഇഷ്ടമൊക്കെയാണ്. ഇങ്ങനെ പാമ്പും കോടും ഉണ്ടാവേണ്ടിയായിട്ടിരിക്കുന്ന ആളെ നമുക്ക് കരുത്തിടാൻ ഒരു പേടി, അത് അവിടെ ഇരുന്നോട്ടെ. ഇങ്ങനെ നോക്കിയാൽ ആരെയാണ് നമുക്കിഷ്ടം? അപ്പോഴാണ് വേദവ്യാസന് മനസ്സിലായത് എല്ലാവരെയും തള്ളിക്കളയുമ്പോൾ ഇനി ഇതിനൊരു മനോഹരമായിരിക്കുന്ന ഒരു രൂപം കൊടുക്കണമല്ലോ. അത് എഴുതി കൊടുക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് പീലി കഴത്തിലൂക്കിയ കാമുകിൽ കെട്ടും പൊന്നേള സൂക്കിലുങ്ങിടും അറയിൽ മഞ്ഞപ്പട്ടും ചെന്തള് കയ്യിലൊരു പൊന്നോട കുഴലും അന്ത കൈ തൊഴാം അമ്പാടി മണി കുഞ്ഞേ, അന്ത കൈ തൊഴാം അമ്പാടി മണി കുഞ്ഞേ. ആ ബ്രഹ്മത്തിന് നല്ലൊരു ഭാവം കൊടുത്തു. പിരിത്തിനുടിയും ഗോപിക്കുടിയും കാരുണ്യമൂടുന്ന കണ്ണുകളും പുഞ്ചിരിക്കുന്ന തിരുമുഖവും അങ്ങനെ വനമാലയും ഓടക്കൊള്ളും വളകളും മോതിരങ്ങളും അങ്ങനെ തളകളും അരമണികളും ചിങ്ങനികളും പാദസരങ്ങളും പിടാമ്പരപ്പെട്ടും കണ്ണ് ആ രൂപത്തിന് നമ്മുടെ മുമ്പിൽ വെച്ചെന്നപ്പം എന്തായെന്നറിയോ? ഇപ്പം നോക്കെല്ലാം അത് മതിയെന്നാണ്. ഇത്ര കാണാൻ ഗുരുവായൂർക്ക് പോകണേ എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും എന്ന് വെച്ചാൽ അകത്തെ കണ്ടില്ലെങ്കിലും വേണ്ടില്ല, രണ്ട് കടകളുടെ ഭാഗത്തേക്ക് നോക്കിയാൽ മതി, മനസ്സ് അത്രയും അറിയണമല്ലേ. നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നു. ഏതെല്ലാം ഭാവത്തിലാണ് കണ്ണനെ അവിടെ കണ്ടെത്തി വെച്ചിരിക്കുന്നത്. അത് കണ്ടാൽ പോരെ, നമുക്ക് നടയിൽ നമുക്ക് കാണാനുള്ളത് അതാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ കണ്ടുകൊണ്ടാണ് നമ്മൾ അകത്തേക്ക് തരുന്നത്. അപ്പം എന്താ, അകത്തതാ കണ്ടുകൊണ്ടേയിരിക്കുന്നു. കണ്ണി കണ്ടാൽ കണി കണ്ടു കടനീളം വാഴ്ത്തും കമനീയ കാന്തി കണി കണ്ടു. അതിമനോഹരമായിരിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖം അല്ലേ. നമ്മൾ എന്തെല്ലാം ക്ഷീണം ഉണ്ടെങ്കിലും പെട്ടെന്ന് അത് മറന്നു പോകുന്ന കണ്ണനെ കാണുന്ന സമയത്ത് അത് തന്നെയല്ലേ ആ രൂപത്തിനെ നമുക്കിതാ ഭാഗവതം കാണിച്ചു തരിക. അപ്പോൾ അതിലേക്ക് എത്രയും മുമ്പ് എന്ത് വേണം? ഭഗവാന്റെ അനവധി അവതാരങ്ങളെ, പല രൂപങ്ങളെ നമുക്കിങ്ങനെ പരിചയപ്പെടുത്തി തരികയാണ് വേദവ്യാസൻ അല്ലെങ്കിൽ ശ്രീശബ്രഹ്മർഷി. ഇത് കണ്ടോളൂ, ഇതാണോ നല്ലത്. ഓരോരുത്തരും ഓരോന്നിനെ കാണിച്ചു തരുന്നു. ശ്രീശുവിനെ കാണിച്ചു തരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കാണിച്ചു തരേ. അനവധി അവതാരങ്ങളെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് അപ്പോൾ പരീക്ഷത്ത് എന്ന ജീവൻ പറഞ്ഞു, ഇതല്ല സുഖം, ഇത് നല്ലതൊക്കെയാണ് ഗുരുനാഥ, ഇത് വേണ്ട, വേറെ വല്ലതുണ്ടോ, അടുത്ത ചീട്ടെടുക്കുന്നു. ഇങ്ങനെ എടുത്ത് അവസാനം പറയണു അത്ര ഒന്നുമില്ലായിരുന്നു. അപ്പുറത്തേക്ക് പരിപൂർണതമ സാക്ഷാൽ ശ്രീകൃഷ്ണോ ഭഗവാൻ സ്വയം സാക്ഷാൽ ബ്രഹ്മം അങ്ങനെ തന്നെ ഒരു സ്വരൂപമെടുത്ത് വന്നു. അതാണ് കൃഷ്ണാവതാരം. രാമനെ നോക്കിക്കോളൂ. രാമായണം വായിക്കേണ്ടത് നമ്മൾ രാമനെ ഇഷ്ടമൊക്കെയാണ്. തൃപ്രയാഗം നമ്മൾ പോകാറുണ്ട്, ഒക്കെ ഇഷ്ടമൊക്കെയാണെങ്കിലും എൻ്റെ ഒരു കുഴപ്പം, ഇത്ര അമ്പും വില്ലും കൊടാലിയൊക്കെയായിട്ട് ഇങ്ങനെ നടക്കുന്നു. എപ്പോഴും കരച്ചിൽ മാത്രമേ ഉള്ളൂ. വാൽമീകി പറഞ്ഞു 16 വയസ്സ് വരെ മൂപ്പര് സന്തോഷിച്ചിട്ടുള്ളൂ എന്നാണ്. പിന്നെ അങ്ങോട്ട് മുഴുവൻ കരച്ചിലും അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഒന്നും പിന്നെ ഭാര്യ അന്വേഷിച്ചുള്ള നടക്കും. എന്താ ഇവിടെ നോക്കിക്കോളൂ. ഒരെണ്ണത്തിന് അന്വേഷിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾ ഇവിടെ 16,108 എന്തെങ്കിലും സങ്കടം വേണ്ടേ? കണ്ണം നിറഞ്ഞൊഴുകിയത് എവിടെ നിന്നോ നാട്യതരോ യഥാ. ഇതേപോലെ ഒരു നടനെ കാണുന്നു. ഇതേപോലെ ഒരു നാട്യം ഗുരുവായൂരപ്പനെ പോലെ ആക്കുണ്ടെന്നും. അതാണ് ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. എപ്പോഴും പുഞ്ചിരി മാത്രമേ ഉള്ളൂ. ജനിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനും അമ്മയ്ക്കും എത്രയോ ദുഃഖം കൊടുത്തു കഴിഞ്ഞാലും 6 മക്കളെ തല്ലിക്കൊന്നത് മുമ്പിലിട്ട് ആ ദുഃഖത്തിനെ മുഴുവനും അവർ തപസാക്കി മാറ്റിക്കൊണ്ട് കൃഷ്ണാന്ന് വിളിച്ചു. നാരായണ. ആ വിളിയുടെ ഭാഗ്യം എന്താ? ഭഗവാൻ എന്താ പൊന്നിക്കണ്ണനായിട്ട് വന്നു. അമ്മ വിഷമിക്കണ്ടാട്ടോ, ഞാനുണ്ട് കൂടെ എന്നുള്ള മട്ടിൽ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഞാനുണ്ട് കൂടെ എന്നുള്ള മട്ടിൽ ഭഗവാൻ അമ്പും വില്ലും കൊടാലും ഒന്നും എടുത്തില്ല. ആകെ ഓടക്കൊള്ളിൽ മാത്രം സദാസമയത്തും പുഞ്ചിരിച്ചുകൊണ്ട് എന്തൊരു ചുറ്റുചുറുക്കാണ്. എവിടെയും ഓടിച്ചെല്ലും. ആരുടെ മുമ്പിൽ നിന്ന് കുഞ്ഞിക്കൈ നിന്നിട്ട് എനിക്ക് തരുമോ, എന്താ ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടോ, നാളെ ചോദിച്ചുകൊണ്ടിരിക്കൂട്ടോ, എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്തോളൂ. അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്താ എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ചോദിച്ചുകൊണ്ടേ വരും. നമുക്ക് കൊടുക്കണ്ടേ കുഞ്ഞിക്കൈയിൽ വെച്ച്. അപ്പോൾ കണ്ണൻ ഓടി വരും. അതാണ് കണ്ണൻ്റെ ഒരു പ്രത്യേകത.
നമ്മളറിയില്ല. നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്ന സമയത്ത് എൻ്റെ ഒരു അനുഭവം ഉണ്ടായി. ഇത് കഴിഞ്ഞ വർഷം ഇതേപോലെ കൃഷ്ണൻ അമ്പലത്തിൽ ഇതേപോലെ പടിഞ്ഞാട്ട് വേദിയായിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരും ഒന്നും കൊണ്ടുവരുന്നില്ല. വേദിയിൽ അനുവദിക്കാനൊന്നും ആരും കൊണ്ടുവരുന്നില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരൂ, കൃഷ്ണൻ മഹാകുസൃതിയാണ്, ചാരു ചോരണേ എന്നൊക്കെ മേൽപ്പത്തൂർ പറഞ്ഞത്. ഇതുപോലൊരു കള്ളനെ കാണില്ല. അതുകൊണ്ട് ആരും പറഞ്ഞൊന്നും കേട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഒരു പഴം കൊണ്ടുവന്ന് ഇവിടെ വെച്ചു അത്ര. അപ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാം 60 വയസ്സിന് മേലെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഭാഗവതം കേൾക്കാനുള്ളൂ. നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളൊന്നും ആരുമില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ഒരു പഴം അവിടെ കൊണ്ടുവച്ചു. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഒരു 2 മിനിറ്റ് കഴിഞ്ഞില്ല ഒരു കുട്ടി എവിടെന്നാണ് വന്നതെന്നറിയില്ല, ഓടി വന്നു. അവൻ അതിൽ നിന്ന് 2 പഴം ഇരുന്ന് ഒരൊറ്റ ഓട്ടം കൊടുത്തു. എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞു. എവിടേക്കാണ് പോയാൽ എവിടെന്നാണ് വന്നതെന്ന് ആർക്കറിയില്ല. ഉണ്ടായ സംഭവം എൻ്റെ അനുഭവം അതാണ് ഭഗവാൻ. അപ്പോൾ എത്ര അനുഭവങ്ങൾ ഒക്കെ പറയാനുണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ, എത്ര അനുഭവങ്ങൾ. അപ്പോൾ കണ്ണൻ ഏത് രൂപത്തിലാണ് നമ്മുടെ അടുത്തേക്ക് വരിക? ഇത് കൃഷ്ണനല്ലാതെ കണ്ട് ശിവൻ വന്നോ ഭഗവതി വന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇതേപോലെ നമ്മളെ പരീക്ഷിക്കണതും നമ്മളെ അങ്ങനെ കുരങ്ങ് കളിപ്പിക്കാമെന്ന് പറയില്ലേ, അതേപോലെ ഇട്ട് വട്ടം കറക്കി ഓരോ എൻ്റെ കൂടെ എന്നെ തന്നെ ധ്യാനിച്ചോളൂ. സ്മരിക്കുവാൻ നല്ലതു കൃഷ്ണരൂപം, നമിക്കുവാൻ നല്ലതു കൃഷ്ണപാദം, ജപിക്കുവാൻ നല്ലതു കൃഷ്ണനാമം, ശ്രവിക്കുവാൻ നല്ലതു കൃഷ്ണരാഗം. സ്മരിക്കാനും നമിക്കാനും ജപിക്കാനും ശ്രവിക്കാനും അതിതുപോലെ ഒന്നുമില്ല എന്നർത്ഥം. ശിവപുരാണം വെച്ചാൽ ഒരു പ്രാവശ്യം നിങ്ങൾ കേൾക്കുള്ളൂ, പിന്നെ പറയും സാധനം വേണ്ടാവുന്നത്. ദേവി ഭാഗവതം നല്ലതൊക്കെയാണ്, എന്നാലും ഒരു സുഖമില്ല. പക്ഷെ കണ്ണനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തൊരു ഉത്സാഹമാണ് നമുക്ക്. ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ രസം അനുഭവിച്ച് വരുമ്പോൾ പിന്നെ ഇനി മറ്റൊന്നും കേൾക്കണമെന്നില്ല, മറ്റൊന്നും നമുക്ക് പറയണമെന്നില്ല. ദേവി ഭാഗവതം വായിക്കുമ്പോൾ ഒരു വിരസതയൊക്കെ നമുക്ക് തോന്നും, കാരണം ഭക്തിഭാവമൊക്കെ കുറവാണ്. പക്ഷെ കൃഷ്ണാവതാരത്തിലേക്ക് അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ വേറൊരു ലോകത്തായിത്തീരുന്നു. നമ്മളറിയാണ്ട് അമ്പാടിയിൽ ഇങ്ങനെ കണ്ണൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണോ ആ വികൃതി കുടിക്കയുടെ പിന്നാലെ. അതങ്ങനെ വികൃതി കാണിച്ച് ഓരോ ഗോപയുടെ മുമ്പിലും കുഞ്ഞിക്കൈ നീട്ടി എനിക്ക് വെണ്ണ തരുമോ, എനിക്ക് പാല് തരുമോ, എനിക്ക് പഴം തരുമോ എന്ന് വെച്ചാൽ കുഞ്ഞിക്കൈ നീട്ടി നിൽക്കുന്ന ആ ഉണ്ണികൃഷ്ണൻ്റെ പിന്നാലെ നമ്മുടെ മനസ്സും പോകും. അതാണ് ഭാഗവതത്തിൻ്റെ ഒരു മിടുക്ക്. അതുകൊണ്ടാണ് ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ വഹി. പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതത്തിൽ കൂടി വേണ്ട മാതിരി ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ആ കണ്ണനെ മറ്റൊരിടത്തല്ല നമ്മുടെ മുമ്പിൽ തന്നെ എപ്പോഴും നമുക്കതിനെ കാണാൻ സാധിക്കും. ആ കാഴ്ചകളാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അത് കാണും തോറും നമുക്ക് മറ്റൊന്നും ഇനി കാണണമെന്നില്ലാതെ കണ്ടായിത്തീരും. അങ്ങനെയുണ്ടല്ലോ നമുക്ക് എന്തെല്ലാം കാഴ്ചകളാണോ നമ്മൾ കാണാൻ മോഹിക്കുന്നത്, ആ കാഴ്ചകളൊക്കെ നമ്മളിൽ നിന്നും അങ്ങ് മാത്രമല്ല, ഇനി ഒന്ന് മാത്രം കണ്ടാലേ മതി, ഒന്നിനെക്കുറിച്ച് മാത്രം പറഞ്ഞാലേ മതി എന്ന് പറയും. നിന്നെ കുറിച്ചല്ലാതെന്തു പാടാൻ നന്ദനന്ദന നീ നിറവാങ്ങു നിൽക്കേ, നിന്നെ കുറിച്ചിവിടെങ്ങനെ പാടും ഞാൻ ചിന്തയിലെല്ലാം അണിഞ്ഞു നിൽക്കേ. എങ്ങു തിരഞ്ഞാലും കാണുന്നു കണ്ണാനിൻ മന്ദസ്മിതാർദ്രമാമുന്നു മാത്രം, മന്ദസ്മിതാഭയതൊന്നു മാത്രം. ഇത് ഭാഗവതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റൊരു പുരാണത്തിലും നമുക്ക് ദേവി ഭാഗവതം വായിക്കുമ്പോൾ എവിടെയും ദേവിയെ കാണാം, അതുണ്ടാവില്ല. നമുക്ക് ആ ഭാഗവതത്തിലേക്ക് വരുമ്പോൾ, ഭാഗവതത്തിലേക്ക് ശ്രദ്ധ വരുമ്പോൾ കാൽച്ചീലം പൊച്ച കേൾക്കുന്നു കണ്ണ വഞ്ചിക്കാതിങ്ങു വന്നാലും, കിങ്ങിണി കിളുങ്ങുന്നതും കേൾക്കാം എങ്ങിവൻ നിൽപ്പൂമൽ കണ്ണൻ. വന്നാലും കണ്ണാ വന്നാലും, കണ്ണാ വന്നാലും, മണി വണ്ണാ നീ വന്നാലും, കണ്ണാ വന്നാലും, കണ്ണാ വന്നാലും, ഉണ്ണി പൈതലേ.
കാൽച്ചെലമ്പിൻ്റെ ശബ്ദം കേൾക്കണ്ടേ നമുക്ക്? ഉണ്ടേ വേണുഗാനം കേൾക്കണ്ടേ? ആ പൊട്ടിച്ചിരികൾ കേൾക്കണ്ടേ നമുക്ക്? ആ കുറുമ്പനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അതിനുള്ള മാർഗ്ഗമാണ് ഭാഗവതം. അതിനുള്ളതായി പൊന്നുണ്ണിക്കണ്ണൻ ഈ പുണ്യ വിഷു ദിവസം തന്നെ നമുക്ക് ഈ ഭാഗവതം അതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കി തരുന്നത്. ഇത് ആരെങ്കിലും ഒരുക്കിയതാണോ? അതൊന്നല്ല എന്നാണ്. ഇപ്പോൾ പുള്ളിയായിരിക്കും സുരക്ഷാമിയാണ് ഇതിൻ്റെ ആള് എന്നല്ല, അതിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് തോന്നിക്കുകയാണ് അകത്തിരിക്കുന്ന ആള്. അകത്ത ആളിരിക്കണതല്ലേ. നമ്മളിപ്പോൾ കണ്ണനെ അവിടെ അകത്ത് കാണാൻ ചെല്ലുമ്പോൾ ചുറ്റമ്പലത്തിൽ നോക്കിയാലൊന്നും കാണില്ല. കണ്ണൻ പറഞ്ഞു പുറത്തൊന്നും നോക്കല്ലേ, ഉള്ളിലേക്ക് നോക്കുന്നതാണ്. ശീലകത്തേക്ക് നോക്കണ്ടേ കണ്ണനെ കാണണമെങ്കിലല്ലേ? അപ്പോൾ ഭഗവാൻ എവിടെ ഇരിക്കണു? അകത്തിരിക്കണു അല്ലേ? മായേകമായ പുറം കണ്ണടച്ചിട്ടു ഉൾക്കണ്ണു വേഗം തുറന്നു നോക്കൂ, എല്ലാവർക്കും ആത്മാവായി ഉള്ളിൽ വിളങ്ങുന്ന ഉണ്ണി ശ്രീകൃഷ്ണനെ കാണാം കണ്ണേ. കാണാൻ പറ്റും നമുക്ക്. ആ കാഴ്ചയാണ് നമുക്ക് ഭാഗവതം ഉണ്ടാക്കി തരാം. ഭാഗവതത്തിൻ്റെ മഹിമ മഹാത്മ്യം നമുക്ക് എന്നും മഹിമയാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് മാത്രം അല്പനേരം കൊണ്ട് പറഞ്ഞു നിർത്തുകയല്ല, ഇനി പറയാനുണ്ട് നമുക്ക്. ഇങ്ങനെ ഓരോ ദിവസവും പറയാനുള്ളത് ഭാഗവതത്തിൻ്റെ മഹിമ തന്നെയാണ്. എത്ര പറഞ്ഞാലും തീരാത്തതാണ്. മഹാസമുദ്രമാണ് ഭാഗവതം. ഇതിൻ്റെ ആഴം കണ്ടവരാരുമില്ല, ഇതിൻ്റെ പരപ്പ് കണ്ടവരാരുമില്ല. ഇതിലെ ആ കരയ്ക്ക് നിന്ന് കാണാനല്ലാതെ കണ്ട് ആരെങ്കിലും ഇത് വേണ്ട മാതിരി രുചിച്ച് നോക്കി എന്ന് വരട്ടെ, പിന്നെ അവർക്ക് പറയാനും പറ്റില്ല എന്നാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന മഹാത്മാവ് പറഞ്ഞു, ശ്രീശുഖം പോലും ഇതിൻ്റെ തീരത്ത് വന്നിരുന്ന് ഒന്ന് തൊട്ട് നക്കിയോ എന്ന് സംശയം, അത്രേ ഉള്ളൂ എന്നാണ്. കാരണം ഇതിലിറങ്ങിയെങ്കിൽ മുപ്പക്ക് ഇതേപോലെ വന്ന് പരീക്ഷത്തിൻ്റെ കഥ വന്ന് നടക്കാൻ പറ്റില്ല എന്നാണ്. ഇതാണ് ഭാഗവതത്തിൻ്റെ രസം. ഭാഗവതം ഭഗവത് സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് ഈ ഭാഗവതാമൃതം നമുക്കിതാ ആ ശ്രീശോഭരമഹർഷി മാത്രമല്ല ശ്രീനാരദ മഹർഷിയും ഒക്കെ പറഞ്ഞു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? സർവപാപഹരാത് വിഷ്ണു നാമസങ്കീർത്തനാധൃതേ സംസാരതരണോപായോ നാന്യോത്യസ്മിൻ കലൗ യുഗേ. ഈ കലികാലത്തില് പ്രായേണ അല്പായുഷസഭ്യ കലൗവസ്മി യുഗേ ജനാണ്. നമ്മളെപ്പോൾ ഉള്ളവരൊക്കെ അല്പായുഷകളാണ്. ഇന്ന് കണ്ടൂടെ പെട്ടെന്ന് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. നമ്മൾ വിചാരിക്കും ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞു, ഇനി വരേണ്ടപ്പോൾ വിഷു കഴിഞ്ഞുള്ളൂ, ഇന്നിപ്പോൾ വിഷു തീരെയായി. ഇനി നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്തത് എന്താ വരിക നിങ്ങൾ നോക്കിയിരിക്കണേ. ഇനി കർക്കിടക മാസം വരണം, അത് കഴിഞ്ഞാൽ ചിങ്ങമാസം ഓണം, അഷ്ടമിരോഹിണി, അത് കഴിഞ്ഞാൽ പിന്നെ നവരാത്രി, അത് കഴിഞ്ഞാൽ ദീപാവലി. ഓരോന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര ഓരോന്ന് പിന്നാലെ വരണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നോക്കിയിരിക്കാതെ തന്നെ എന്തുണ്ടാവുന്നു? അടുത്ത നിമിഷം ഇപ്പം 6:15 6:30 വരെ നമ്മളിവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അത്രയും നേരം നമുക്ക് ശ്വാസം ഉണ്ടാവുന്നുള്ളതിന് എൻ്റെ ഒരു ഗ്യാരണ്ടി അതുപോലും ഇല്ലാന്നർത്ഥം. ഏത് നിമിഷം വേണമെങ്കിലും ഇതൊക്കെ നമ്മളെ വിട്ടു പോവാം. ആ ഒരു ബോധമില്ലാതെ കൊണ്ട് കഴിയണതാണ് അത്യത്ഭുതം. ഭാഗവതം നമ്മളോട് പറയാം. അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മളെന്ത് വേണം? ഭഗവാന്റെ തിരുനാമ ഗംഗയിൽ മറന്നുകൊണ്ടിരിക്കുക. അടുത്ത നിമിഷത്തെ കഥകൾ നമുക്ക് അറിയില്ല. ഏത് നിമിഷമെങ്കിലും പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവളയെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. പാമ്പിൻ്റെ വായിൽ തവള ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും അതിങ്ങനെ പീന്ന് കരയുണ്ടാവും. അപ്പോഴും അത് നാക്കി നീട്ടിയിട്ട് എന്താ ചെയ്യണമെന്നറിയോ? ഏതെങ്കിലും പ്രാണി വരണമെങ്കിൽ അതിനെ തിന്നുകൊണ്ടിരിക്കുക. നാളെ അങ്ങനെ ഒരു വീഡിയോ കണ്ടു. ഞാൻ പെട്ടെന്ന് രാവിലെ തന്നെ മൊബൈലിൽ നോക്കിയപ്പോഴാണ് ഒരു വീഡിയോ ഉണ്ടാവുക. പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഒരു പള്ളിപ്പടപ്പിൻ്റെ ഇടയിൽ ഒരു നദിയിലാണ് ഒരു മുതല കിടക്കുന്നത്. അത്ര അതിൻ്റെ വായിലൊരു കുരങ്ങുകൂട്ടി പെട്ടു വരുന്നു. പകുതിയോളം ആ മുതല ഇങ്ങനെ കടിച്ചു പിടിച്ചേക്കാം. അതിന് വേദന എടുക്കണ്ടേ, പക്ഷെ നന്നായിട്ട് കടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് അപ്പോഴും ചത്തു വേണം. അത്രയേ ഉള്ളൂ, ചെറിയ കുഞ്ഞാണ്. അപ്പോൾ അതിന് ഇത്തിരി കാരുണ്യം ഉള്ളതുകൊണ്ട് അതിങ്ങനെ പകുതി ഇങ്ങനെ കടിച്ചു പിടിച്ചേക്കാണ് അത്ര. അപ്പോഴും ഈ കുരങ്ങുകൂട്ടി എന്താ വിചാരിക്കുന്നറിയോ? വിശന്നിട്ട് വയ്യ. ആ കുഞ്ഞ് കൈകൊണ്ട് ഇലയൊക്കെ പറിച്ച് തിന്നു കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു രാവിലെ തന്നെ. കാരണം ഇതല്ലേ നമ്മുടെ അവസ്ഥ. ഒരു സെക്കൻഡ് വേണ്ട, ആ മുതല ഒന്ന് വായ കൊണ്ട് വിളിച്ചാൽ എന്നെ അകത്തേക്ക് പോയി അല്ലേ. ഇതേപോലെ നമ്മളെയും മരണമാകുന്ന കാലമാകുന്ന മഹാസർപ്പം നമ്മളെ വിഴുങ്ങി ഇപ്പം എന്തായെന്നറിയോ? കാലുവേദന വേദന തുടങ്ങി മുട്ടുവേദന, നടുവേദന, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, നടക്കാൻ വയ്യ അല്ലേ. ഇതൊരവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരും. കൊച്ചു കുട്ടികൾ പോലും അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. അപ്പോൾ അത്രയും കാലം നമ്മളെ പിടികൂടുമ്പോൾ ആ കാലത്തിൻ്റെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം, കാലം അടുക്കാതെ കണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? ഈ ശ്രീപതിയുടെ തിരുനാമ സങ്കീർത്തനം. അത് മാത്രം മതി. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, തത്രൈവ സത്യം വൈകുണ്ഠ കൈലാസോ ബദരീകയ വൃന്ദാവനം ച കാശി ച എത്ര
എത്ര കൃഷ്ണ പ്രകീർത്തിയത. എവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കീർത്തിക്കുന്നത് അവിടെയാണ് സത്യലോകം, അവിടെയാണ് കൈലാസം, അവിടെയാണ് വൈകുണ്ഠം, അവിടെയാണ് ഗയ, അവിടെയാണ് വൃന്ദാവനം, അവിടെയാണ് ദ്വാരക, അവിടെയാണ് ബദരി. നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഭാഗവതം നമ്മളോട് പറഞ്ഞു തത്രൈവ സത്യം വൈകുണ്ഠ കൈലാസോ ബദരീ ഗയ വൃന്ദാവനം ച കാശീ ച എത്ര കൃഷ്ണ പ്രകീർത്തിയതേ. ഭഗവാനെ കീർത്തിക്കുന്നിടത്ത് ഇതെല്ലാം ഉണ്ടെന്നാണ്. നമ്മളിപ്പോൾ എവിടെ ഇരിക്കണമെന്നറിയോ? നമ്മൾ വൈകുണ്ഠത്തിലാണ്, നമ്മൾ കൈലാസത്തിലാണ്, നമ്മൾ സത്യലോകത്തിലാണ്, നമ്മൾ വൃന്ദാവനത്തിലാണ്, അല്ലേ? നമ്മൾ ദ്വാരകയിലാണ്. യാതൊരു സംശയമില്ല എന്നാണ്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റിയത് തന്നെ നമുക്ക് മഹാഭാഗ്യം. കൂടുതൽ ഇപ്പോൾ പറയണില്ല, കാരണം നമുക്ക് നാളെ തുടങ്ങിയിട്ട് ഭംഗിയായിട്ട് നമുക്ക് പറയാം. ഇപ്പം നമുക്ക് രാവിലെ വന്നതല്ലേ എല്ലാവരും, അല്ലേ? പോകാൻ തിരക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്കിവിടെ നിർത്താം തൽക്കാലം. ബാക്കിയൊക്കെ നമുക്ക് നാളെ മഹാത്മ്യൊക്കെ നമുക്ക് നാളെ പറയാനുണ്ട് ധാരാളം, ഇഷ്ടം പോലെ. എത്ര പറഞ്ഞാലും തീരാത്തതാണ്. അത് മാത്രമല്ല ഇതേപോലുള്ള സജ്ജനങ്ങളൊക്കെ ഉള്ളപ്പോൾ ഭാഗവതം അതേപോലെ ഇരുന്ന് നമ്മളും അവരോടൊപ്പം ഇരുന്ന് കേൾക്കാൻ സാധിക്കുക. അത് തന്നെ മഹാപുണ്യമാണ്. ഗുരുവായൂരപ്പനെ ഹൃദയത്തിൽ അങ്ങനെ കൊണ്ടു നടക്കുന്ന സജ്ജനങ്ങളാണ് സുദർശനാമിയും കുമാരേട്ടനും. ഇതേപോലുള്ള ആളുകളൊക്കെ എപ്പോഴും സദാ ഉള്ളിൽ, അവരുടെ ഉള്ളിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരോടൊപ്പം ഭാഗവതം പറയുന്നുണ്ട്, ക്ഷമയാനി തീർത്ഥാനി ദേവാ മൃച്ഛരാമയ തേ കുന്തുരുകാലേന ദക്ഷിണാദേവ സാധവാന്ന്. സജ്ജനങ്ങളെ കണ്ടാൽ മതി എന്നാണ് ഭാഗവതം മൂന്നിടത്താൻ പറഞ്ഞിരിക്കുന്നത് ഭാഗവതം ഇങ്ങനെ. അപ്പോൾ ആ ക്ഷേത്രങ്ങളും ഗംഗാമുള്ള നദികളൊക്കെ എത്രയോ കാലം കഴിയണം ഒരാളെ പരിശുദ്ധമാക്കണമെങ്കിൽ. പക്ഷെ സജ്ജനങ്ങളോടൊപ്പം അല്പകാലം ചേർന്നാലേ മതി എന്നാണ്. അപ്പം തന്നെ നമ്മുടെ മനസ്സും ജീവിതവും ഒക്കെ മാറ്റിമറിക്കും. അങ്ങനെയുള്ള ഭാഗവതം നമുക്ക് നാളെ 6:30 മണിക്ക് വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ഭുജംഗ സ്തോത്രം ശങ്കരാചാര്യ സ്വാമികൾ പാടിയതാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് വളരെ വിശേഷമായിട്ടുള്ളതാണ്. അതുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കീർത്തനം ചൊല്ലിയിട്ട് സമൂഹ പ്രാർത്ഥനയുണ്ട്. 6:30 തുടങ്ങിയാൽ 7:15 മുമ്പ് പോകേണ്ടവർക്കൊക്കെ പോകാം, അല്ലാത്തവർക്കൊക്കെ കൂടി ഇരിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാവണം. പറ്റുന്നിടത്തോളം ആളുകളെ, കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിരിക്കുക. കാരണം എന്താണെന്നറിയോ? സമൂഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഭഗവാനെ സമർപ്പിച്ചിട്ട് പോയാൽ അന്നത്തെ ദിവസം ഒരു മുള്ളു പോലും കൊള്ളാതെ കൊണ്ട് ഭഗവാൻ നോക്കിക്കോളും, ഉറപ്പാണ്. അതുകൊണ്ട് അതിലെല്ലാവരും എന്നിട്ട് അവിടുന്ന് മുതലൊക്കെ തരും. അതൊക്കെ സേവിച്ചിട്ട് പോകേണ്ടവർക്ക് പോവാം, ഇരിക്കേണ്ടവർക്കൊക്കെ അത് കഴിഞ്ഞിരിക്കാം. എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആഹാരമൊക്കെ നമുക്ക് ഇവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുക. പറ്റുന്നിടത്തോളം സമയം നമുക്ക് എപ്പോഴൊക്കെയാണ് പറ്റുന്നിടത്തോളം സമയം മറ്റ് ചിന്തകളൊക്കെ വിട്ടു പോകണം. അത് മാത്രമേ വേണ്ടൂ. ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ മാത്രം ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് പ്രഭാഷണം പറയുമ്പോൾ ശ്രദ്ധ നമുക്കില്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നും, അല്ലേ? ഇങ്ങനെ വരാൻ പാടില്ല എന്ന്. അപ്പം അതുകൊണ്ട് മറ്റൊരാളെ നോക്കിയല്ല നമ്മൾ വേണ്ടത്. ഭാഗവതം പറയുമ്പോൾ അതിൽ മാത്രം നമുക്ക് ശ്രദ്ധ വരുമ്പോഴാണ് എൻ്റെ കണ്ണനെ കുറിച്ച് എനിക്കറിയാൻ സാധിക്കുക. കണ്ണനെ ശരണാഗതി നമുക്കുണ്ടാവുക. എല്ലാവരും ഓരോരുത്തരെയും നോക്കിയാൽ നമുക്കറിയാം. എല്ലാവരും അഗ്നിപർവ്വതങ്ങൾ പോലെയാണ്. എപ്പോഴാണ് പൊട്ടണമെന്ന് അറിഞ്ഞൂടാ. ഒന്ന് ചോദിച്ചാൽ മതി, സുഖമല്ലേ? ഒരു പ്രാവശ്യം അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയും ഓ സുഖമായിട്ടിരിക്കണം എന്ന് പറയും. 2 പ്രാവശ്യം ചോദിച്ചാൽ അമ്മ പറയും എന്ത് സുഖം എന്ന് ചോദിക്കുന്നത്, അല്ലേ? പിന്നെ ആ സുഖത്തിൻ്റെ ഒരു വഴി ഇങ്ങനെ ഒഴുകായി. പിന്നെ അഗ്നിപർവ്വതം പൊട്ടുന്നതുപോലെ ആരോടാ പറയേണ്ടത്? ആരാ കേൾക്കാനുള്ളത്? നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കാൻ നമ്മുടെ മക്കൾ പോലും തയ്യാറല്ലാത്ത കാലമാണ് ഇപ്പോൾ. ആരോടുമില്ല, ബന്ധുക്കളോടോ നാട്ടുകാരോടോ നല്ലൊരു സുഹൃത്തുക്കൾ പോലും നമുക്കില്ലാത്തൊരു കാലഘട്ടമാണ്. എല്ലാവരും സ്വാർത്ഥതയുടെ ലോകത്താകുമ്പോൾ നമുക്ക് എന്ത് മോഹം പറയാവുന്ന ഒരേ ഒരാൾ, ശരണാഗതന്മാരിൽ കാരുണ്യം ചൊരിയുന്ന ഗുരുവായൂരോ മനക്കണ്ണ, പരിഭവം തോന്നുകയില്ലെങ്കിൽ നിന്നോടു പറയട്ടെ ഞാനെൻ്റെ മോഹം, പറയട്ടെ ഞാനെൻ്റെ മോഹം. എന്ത് മോഹങ്ങളും എന്ത് പരാതികളും എന്ത് പരിഭവങ്ങളും എല്ലാം പറയാനും അതെല്ലാം കേൾക്കാനും അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കി തരാനും ഈ പൊന്നുണ്ണി കണ്ണനെ പോലെ ഈ ലോകത്ത് വേറെ ആരുമില്ല. അതുകൊണ്ട് ആ കണ്ണനെ സ്നേഹിക്കാനുള്ള പാഠങ്ങളാണ് നമുക്ക് ഭാഗവതത്തിൽ കൂടി പറഞ്ഞു തരാം. അതിൽ ശരണാഗതി അടയാ, പരിപൂർണമായിട്ട് ആശ്രയിക്കാം. ആ ആശ്രയമാണ് ഭാഗവതത്തിൻ്റെ അവസാനത്തെ സ്കന്ധവും ആശ്രയമാണ്. ഗുരുപവനപുരാധീശം ഏവാശ്രയാമ. അതിനെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ വരുന്നവരൊക്കെ എന്ത് വേണമെന്നറിയോ? ധാരാളം പൂക്കൾ വേണം,
കൃഷ്ണനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ കൃഷ്ണനൊക്കെ മാല വേണം വേണം. അതുപോലെ തന്നെ പഴമോ പഞ്ചസാര എന്താ നമുക്കടെ കയ്യിലുള്ളത്? അവലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലക്കന്യാമണ് വളനൊക്കെയുമാകും. ചക്കപ്പഴം ഉണ്ടാക്കാറില്ലേ പോലെ ചക്കപ്പഴം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നോളൂ, മാമ്പഴം ഉണ്ടെങ്കിൽ മാമ്പഴം കൊണ്ടുവന്നോളൂ. ഒക്കെ നമുക്ക് ഇവിടെ നേരിക്കാം. കാരണം എന്ത് വേണമെങ്കിലും ഇനി വൈകുന്നേരങ്ങളിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മിഠായിയൊക്കെ കൊണ്ടുവന്നോളൂ, അതൊക്കെ നേരിച്ച് എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ എന്താണോ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് അതെല്ലാം നമുക്ക് ഇവിടെ നേരിക്കാം. അകത്ത് നേരിക്കുന്നതിന് നിയമങ്ങളുണ്ട്, ഇന്നതേ പാടുള്ളൂ എന്നുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ എന്ത് സാധനം വന്നാലും എല്ലാവരും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവരും. എല്ലാം കൊണ്ടുവന്ന് എല്ലാവർക്കും നല്ല ചൂടുള്ള സമയമാണ്, തണ്ണിമത്തനോ ഒക്കെ കൊണ്ടുവരാം. എല്ലാ അരിഞ്ഞു കൊണ്ടുവന്നാൽ തിരിഞ്ഞ് നേരിച്ച് തരും, എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ എന്താ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മുടെ കാരണവന്മാർ ചെയ്തു പോയ കുറേ ദുരിതങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവരെ പറ്റിച്ചിട്ടോ അവരിൽ നിന്ന് പിടിച്ചു വെച്ചിട്ടോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള ദുഃഖങ്ങൾ അതൊക്കെ 7 തലമുറ അനുഭവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നറിയോ? എല്ലാവർക്കും ഒന്നും അന്നദാനം നടത്താൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കൊണ്ട് എന്താ പറ്റുന്നത്? 2 ബിസ്ക്കറ്റാണ് ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റുന്നത്. ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ 2 ബിസ്ക്കറ്റ് ഗ്ലാസ് വെള്ളം കിട്ടിയാൽ ഒന്ന് ഉഷാറായിട്ടിരിക്കും. ഇങ്ങനെ തുങ്ങിയിരിക്കും ചൂടും കൂടെ ആകുമ്പോൾ. അപ്പോൾ അതുപോലെ ഒരു 3 മണിയാകുമ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ എന്ത് രസമായിരിക്കും അല്ലേ? ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാറാവണം. അതുപോലെ തന്നെ അന്നദാനത്തിന് വേണ്ട എന്തൊക്കെയാണോ, പച്ചക്കറിയാണോ, പലവ്യഞ്ജനമാണോ, നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത്, 1 കിലോ പഞ്ചസാരയാണോ കൊണ്ടുവയ്ക്കാൻ പറ്റുന്നത് അത് മതി. 1 പാക്കറ്റ് ഉപ്പാണോ നമുക്ക്, അത് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ? വീട്ടിൽ ധാരാളം കറിവേപ്പിലുണ്ട്, ഒരു കൊമ്പ് ഒടിച്ചുകൂടെ കൊണ്ടുവച്ചോളൂ, അത് നമുക്ക് ആവശ്യമില്ലേ? എന്താണ് കണ്ണൻ എന്തേ സമർപ്പിക്കാൻ പറ്റാത്തത്? എന്തും നമുക്ക് എന്താണോ ഇഷ്ടം, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ശക്തിക്കൊത്തതുപോലെ അതെല്ലാം സമർപ്പിക്കുമ്പോൾ കണ്ണൻ്റെ ഒരു കടാക്ഷം നമ്മളിലേക്ക് ഉണ്ടാവും. അത് ഉണ്ടാവട്ടെ. നാളെ വൈകുന്നേരം വരാഹാവതാരാണ്. അഹം വരാ, ഞാനെന്ന ഭാവം ഇല്ലാണ്ടേ ആകുമ്പോഴാണ് കൃഷ്ണാവതാരം വരിക. അതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ നാളെ വൈകുന്നേരം 5 ആകുമ്പോഴേക്കും വരാഹാവതാരത്തിലേക്ക് എത്തും. അതിന് ഒറ്റയപ്പാണ് പ്രധാനമായിട്ടുള്ള നിവേദ്യം. അവർ വേണ്ടതൊക്കെ എന്ത് വേണം? നേരത്തെ കൗണ്ടറിൽ പറയണം. അപ്പോഴാണ് വൈകുന്നേരത്തേക്ക് അതിന് വേണ്ട സംഗീതം ചെയ്യണ്ടേ? എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടൊക്കെ വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. പറ്റുന്നതുപോലെയൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഭഗവാൻ അമ്മ ഗുരുവായൂരപ്പൻ തന്നിരിക്കുന്ന നല്ലൊരു വിഷ്കൈനീട്ടാണ് ഭാഗവതം. അതുകൊണ്ട് ഈ വിഷ്കൈനീട്ടം വേണ്ട മാതിരി നമുക്ക് ഉപയോഗപ്പെട്ടാണ്. എനിക്കിന്ന് ഏറ്റവും വലിയ സന്തോഷം തന്നെ എന്താ വെച്ചാൽ തൊഴുത് വരുമ്പോഴേക്കും മേശാന്തി ഒരു വിഷ്കൈനീട്ടം നിന്നു. ഞാൻ ധാരാളം പേർക്ക് വിഷ്കേട്ടും കൊടുത്തു, പക്ഷെ എനിക്ക് ആരും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആ നടക്കേന്ന് കൂടി കിട്ടിയപ്പോൾ അത് പറഞ്ഞറിയിക്കുക വയ്യാമെന്നാണ്. അതൊരു വലിയ സന്തോഷമായി. അതൊരു മഹാത്മാവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ കിട്ടിയപ്പോൾ അത് അതിനേക്കാൾ വലിയ സന്തോഷമായി. അപ്പോൾ ഗുരുവായൂരപ്പൻ തന്നതുപോലെ തന്നെയായി. ഇതുപോലെ പണ്ട് ഇതുപോലെ ശബരിമല നടക്കാൻ നിൽക്കുന്ന സമയത്ത് മേശാന്തി തന്നതുപോലെ ഒരു വിഷുവിന് അദ്ദേഹം കുറേ കാലം ഞാനത് എൻ്റെ മേശയിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നെ പോയപ്പോൾ അവിടെ കൊണ്ട് സമർപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ അതൊരു മഹാപുണ്യമാണ് നമുക്ക് അല്ലേ? അതൊക്കെ ഭഗവാൻ ഒരു വിഷ്കൈനീട്ടമായിട്ട് നമുക്ക് തന്നതാണ് ഈ ഭാഗവതം. അതിനെ വേണ്ട മാതിരി ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നിർത്താം. നാളെ 6:30 മണിക്ക് ആരംഭിക്കാം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം വാഴും ദേവി ശരണം മേ തവ ചരണയുഗം ആശ്രിതവത്സല ശബരിഗിരീശ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സൃഷ്ടിപജാഭ്യം പരിപാലേന്ദാം ന്യായേണ വാക്യേണ മഹിമഹീശ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയേർവാ ധ്യാത്മനാ വാ ഭവതേ സ്വഭാവാൻ കരോമ്യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദേ സമർപ്പയാമി. ഹരി ഓം തത്സത്. ഓം ഗുരുഭ്യോ